നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മേഖലയിലൂടെയും ഒക്കെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു തട്ടിപ്പുകാരനെ പിടിച്ചു. അയാളുടെ കയ്യിൽ 40,000 സിം കാർഡും 6 ബയോമെട്രിക് സ്കാനറുകളും 180-ലധികം മൊബൈൽ ഫോണുകളും ഉണ്ടായിരുന്നു. ഒരു വ്യാജ ഓഹരി വിപണിയുടെ വെബ്സൈറ്റിലൂടെ ഒരാളുടെ കയ്യിൽ നിന്ന് 1.8 കോടി രൂപ അടിച്ചു മാറ്റിയെടുത്ത വിഷയത്തിനുള്ള ബന്ധത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാളൊരു മൊബൈൽ ഫോൺ കമ്പനിയുടെ സിം വിതരണക്കാരനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകളിൽ സിം കാർഡ് എടുക്കാൻ എത്തുന്നവരുടെ ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക് സ്കാനറിൽ ഒന്നിലധികം തവണ എടുത്തതിന് ശേഷം അതുപയോഗിച്ച് ഉപഭോക്താവിൻ്റെ പേരിൽ അവരറിയാതെ വേറെ സിം കാർഡ് എടുക്കുന്ന രീതിയാണ് അയക്കുള്ളത്. ഇന്ത്യയിൽ ആകെക്കൂടെ ആധാറിൻ്റെയും മറ്റ് പല ഡോക്യുമെൻസിൻ്റെ വാലിഡേഷൻ കാരണം 2-3 സിം കാർഡ് മാത്രമേ ഒരാൾക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 40,000 സിം കാർഡ് ഇയാൾ വെച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ എത്ര വലിയ കള്ളനാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് തട്ടിപ്പ്